പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം, നല്ല മാറ്റം കൊണ്ടുവരിക എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞാൻ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന അതിലേക്കൂടെ ചേർന്ന് വന്നത്. യെസ്, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുക. ഡോക്ടർ ഒരു ക്ലിനിക്കിൽ ഇരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ 25 കോടി ആളുകളെ എന്തായാലും ഡോക്ടർക്ക് ഒരു ക്ലിനിക്കിലിരുന്ന് കാണാൻ പറ്റില്ല, ഒരു ജന്മം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. അപ്പം അത് അത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പുതിയതായിട്ട് ഈ പ്രൊഫഷണൽസ് ബിസിനസ്സിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. ചിലപ്പോൾ ബിടെക് ഗ്രാജുവേറ്റ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, പല മറ്റ് പ്രൊഫഷനിലുള്ള ആളുകളായിരിക്കാം. ഒരു പ്രൊഫഷണലെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് എന്ത് അഡ്വൈസാണ് ഡോക്ടർക്ക് കൊടുക്കാനുള്ളത്? പ്രൊഫഷണൽസ് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്, വളരെ വെൽക്കമിങ് ആണ്. കാരണം അവരുടെ ഒരു പ്രൊഫഷനെ അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനെ അവരിൽ മാത്രം ഒതുങ്ങി അവർ മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് പേരെ കൊണ്ട്, ചുറ്റുമുള്ള ടീം അംഗങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു കൂട്ടായിട്ട് വളരെ വിപുലമായി അവരുടെ സർവീസ് എക്സ്പാൻഡ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് പ്രൊഫഷണൽസ് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസ് കൂടുതലായിട്ട് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മൾ കാണേണ്ടത് അവരുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടെ ലീഡർഷിപ്പിൽ, അതേ ഓവറോൾ ടീം ഹാൻഡിലിങ്ങിൽ, ഫിനാൻസിൽ, അങ്ങനെയുള്ള പല ഓണ്ടർപ്രണർഷിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനകത്തൊക്കെ നമ്മൾ കുറച്ചുകൂടെ ട്രെയിൻഡ് ആവണം, സ്കിൽഡ് ആവണം, അങ്ങനെയൊക്കെയുള്ള ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഓണ്ടർപ്രണർ ആകുന്നത് നല്ലതാണ്. ബിക്കോസ് അവരുടെ ഏരിയയിലുള്ള ഇതിനകത്ത് അവർക്ക് അവരുടെ എക്സ്പെർട്ടൈസ് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും.